കുടിക്കാൻ പൈപ്പിലും വെള്ളമില്ല, കുറെ കെറ്റിലും വെള്ളമില്ല. ഈ അടുത്തിടെയായിട്ടാണ് ഈ എന്റെ കാസറ്റ് കിക്ക് എന്ന് പറയുന്ന സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമിൽ, നമ്മുടെ തൊപ്പിയൊക്കെ സ്ട്രീം ചെയ്യുന്ന പ്ലാറ്റ്ഫോമിൽ ലൈവ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത്. ആറ്റിങ്ങൽ രാമകൃഷ്ണന് തെറ്റില്ല മോനെ, ശനി വരുന്നത് ഈ വഴിക്ക് തന്നെ. ശനി കൊണ്ടേ പോവും. ആര് കൊള്ളും? ഞാൻ തന്നെ കൊള്ളും. ഇവനകത്ത് ഏറ്റവും വലിയൊരു അബദ്ധം പറ്റി ഈ എന്റെ കാസറ്റിന്. ഇവൻ ലൈവ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഫോണിനത് ലൈവ് ഓഫ് ആക്കി, പക്ഷെ ലാപ്പിനകത്ത് ലൈവ് ഓഫ് ആക്കാൻ മറന്നുപോയി. പൊട്ടന്ന ലോക പൊട്ടനാണ്, പൊട്ടന്ന ലോക പൊട്ടൻ. അത് കൃത്യമായിട്ട് ഇവൻ ലൈവ് ഓഫ് ആയി എന്നും പറഞ്ഞതിന് ശേഷം ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ കൃത്യമായി ആളുകൾ മൊത്തം കണ്ടു. ഇവൻ അവിടെ നിന്ന് കല്ല് വലിക്കുന്ന വീഡിയോ മൊത്തം ലൈവിനകത്ത് നാട്ടുകാർ കണ്ടു. ഇതാ ഞങ്ങളുടെ പ്ലാൻ. ഇത്രേ ഉള്ളൂ ഞങ്ങളുടെ ബുദ്ധി. ചീറ്റി പണ്ടാറൊടുക്കി പോയി. ഇത് വൈറലായി. ഇപ്പൊ നാട്ടുകാരെ മൊത്തം ഓടി നടന്ന് എക്സ്പോസ് ചെയ്തുകൊണ്ടിരുന്ന ഇവൻ സ്വയം എക്സ്പോസ്ഡ് ആയി. ഞാൻ പൊട്ടനാ? ഇത്രയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഞാൻ പൊട്ടനാ? അവന്റെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും വലിയ എക്സ്പോസിങ് അവന്റെ തന്നെയാണ്. അവന്റെ ഒരു ഡെസ്റ്റിനി നോക്കണേ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണേ. വാളെടുത്തവൻ വാളാലെന്ന് പറയുന്ന റൂട്ട് അവൻ എക്സ്പോസ് ചെയ്യാൻ നടന്ന് നാട്ടുകാരെ മൊത്തം അവൻ എക്സ്പോസ് ചെയ്തു. എന്നിട്ട് അവസാനം അവൻ തന്നെ എക്സ്പോസ് ആയി. അപ്പം ഹനാൻ പറഞ്ഞു വന്ന പ്രകാരം ആന്റണി പെപ്പയുടെ ഈ സ്റ്റോറി, ഈ സ്ത്രീയുമായിട്ടുള്ള ചാറ്റും കാര്യങ്ങളും ഒക്കെ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 25 ലക്ഷം രൂപ ഹക്കീം ആവശ്യപ്പെടുകയും. ഓഹോ, അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലേ. പെപ്പെ വന്ന് പറഞ്ഞു ഇതൊരു കെട്ടിച്ചമച്ച കഥയാണ്, ഇതിനകത്ത് പെപ്പെ നിരപരാധിയാണ് എന്ന് പെപ്പെ പറഞ്ഞെന്ന് പോലും. അതുകൊണ്ട് നിരപരാധിയായിട്ടുള്ള പെപ്പെ 25 ലക്ഷം രൂപ കൊടുത്ത് ഇത് ഒതുക്കാൻ ശ്രമിക്കുന്നു. ഞാനല്ല, എന്റെ ഗർഭം ഇങ്ങനല്ല. ആര് വഴി? ഹനാൻ വഴി. ഇപ്പം ഹനാൻ ഇതിനകത്ത് മീഡിയേറ്റർ ആയിട്ട് നിന്നു എന്നുള്ള കാര്യം, എന്ന് വെച്ചാൽ ഒരു പെണ്ണ് കേസ് ഒതുക്കാൻ വേണ്ടിയിട്ട് മീഡിയേറ്റർ ആയിട്ട് നിന്നു എന്നുള്ള കാര്യം ഹനാൻ തന്നെ സമ്മതിച്ചിരിക്കുകയാണ്. അതെ, അത് ശരി. അത് ശരിയാണല്ലേ. എന്നാൽ ഇതെനിക്ക് മനസ്സിലാവുന്നതാണ്. 25 ലക്ഷം രൂപ ഹനാൻ തന്റെ ഫ്രണ്ട് ത്രൂ ഹക്കീമിന് എത്തിച്ചു, അക്കൗണ്ട് വഴിയും അല്ലാതെയും എത്തിച്ചു. അന്നേരം ഹനാൻ കൃത്യമായി ഇതിനകത്ത് മീഡിയേറ്റർ ആയിട്ട് നിൽക്കുകയാണ്. എടാ, ഇത് സത്യമായ കാര്യമാണോ അതോ സത്യമായ കാര്യമല്ല, സത്യമാണോന്ന്? അല്ലാന്നോണ, ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതല്ലേ. ബാക്കിയുള്ള ലവ്മാര് വന്ന് പറഞ്ഞത് ഇതേ സാധനം തന്നെയാണ്. ഹനാൻ മീഡിയേറ്റർ ആയിട്ട് നിന്നു എന്ന് തന്നെയാണ് പറഞ്ഞത്. വേറെ ഒരു അലിഗേഷനും ഹനാന്റെ മുകളിൽ വന്നിട്ടില്ല. ഒരാവേശത്തിലെടുത്ത് ചാടി വേണ്ടായിരുന്നു അല്ലേ? വിട്ടവളി ആന പിടിച്ചാ കിട്ടൂ. പെണ്ണെ ഒതുക്കാൻ വേണ്ടി ഹനാൻ മീഡിയേറ്റർ ആയിട്ട് നിന്നു, ഇതാണ് പറഞ്ഞിട്ടുള്ളത്. അത് സത്യമാണെന്ന് ഹനാൻ തന്നെ പറഞ്ഞു. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. മേ ബി നിങ്ങളുടെ ഗതികേട് കൊണ്ടായിരിക്കും നിങ്ങൾ അത് പെട്ടുപോയത്. വാട്ട് എവർ, ഒരു കേസ് ഒതുക്കി തീർക്കാൻ വേണ്ടിയിട്ട് അതിന്റെ മീഡിയേറ്റിംഗ് വഹിക്കുക എന്ന് പറയുന്നത് തൊട്ടിത്തരം തന്നെയാണ്. ഒരു രീതിയിലും നമുക്ക് ന്യായീകരിക്കാൻ പറ്റുന്നതല്ല ഹനാനെ. മേ ബി നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളെ പറഞ്ഞ് അവർ പറ്റിച്ചതായിരിക്കാം. വാട്ട് എവർ, ചെയ്തത് തെറ്റാണ് ആണല്ലോ. നമുക്ക് നിലപാടുണ്ടെങ്കിൽ നമുക്ക് തുറന്നു പറയാം. എനിക്ക് ഈ പരിപാടി, ഇമാതിരി മാമാ പരിപാടിക്ക് ഞാൻ നിൽക്കില്ല എന്ന് തുറന്നു പറയാം. എന്താ മാഷേ, നിങ്ങളെ പോലെ വിവരമുള്ള ആൾ ഇങ്ങനെ സംസാരിക്കുക? ഞാൻ വരട്ടെ. എങ്ങോട്ട്? അല്ല, ഞാൻ പോട്ടെ. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് പൊന്നു മോനെ.